നമസ്തേ. പുസ്തക അവലോകനം അല്ലെങ്കിൽ പുസ്തക ആസ്വാദനം എന്ന് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തിയത് ഒരു പുസ്തകത്തെക്കുറിച്ചാണ്. ഒത്തിരി പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിലും അത് അഡ്വക്കേറ്റ് C.S. മുരളിയുടെ രചനയിൽ തീർത്ത പുനരാവർത്തങ്ങൾ എന്ന തലക്കെട്ടോടുകൂടിയ പുസ്തകം. പുനരാവർത്തനങ്ങൾ അല്ലേ എന്ന് ചിലർക്ക് തോന്നാം. അല്ല, പുനർജനിക്കുക എന്ന ശുദ്ധമായ അർത്ഥത്തോടു കൂടി തന്നെയാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നതും അതിനകത്തുള്ള 15 കഥകളെ അതേ അർത്ഥവത്തോടുകൂടി തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതേ കവർ പേജിൽ അദ്ദേഹം നിശബ്ദതയുടെ കഥകൾ എന്ന് എഴുതി ചേർത്തിട്ടുണ്ട്. അതെന്നെ ഒത്തിരി ആകർഷിച്ചു. കാരണം ഏതൊരു വായനക്കാരനും വായിക്കുമ്പോൾ നിശബ്ദത തേടി പോകാറുണ്ട്. നിശബ്ദതയിലുള്ള വായനയിൽ മാത്രമാണ് നമ്മൾ കൂടുതൽ അറിവ് പകർന്ന് കിട്ടുന്നതും കഥയുടെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നതും. ഈ പുസ്തകത്തിൽ ആദ്യത്തെ കഥയായ കനൽ വഴികളിലെ അമ്മ എന്ന് തുടങ്ങി അവസാനത്തെ 15ാമത്തെ കഥയായ കള്ളിച്ചെടികൾക്കും അപ്പുറം എന്ന കഥയിലേക്ക് നമ്മളെ വിളിച്ചുകൊണ്ട് പോകുന്നത് ഒരു മാജിക് പോലെയാണ്. നമ്മൾ അറിയുന്നില്ല. അതിന് കാരണം അതിലുപയോഗിച്ചിരിക്കുന്ന സാഹിത്യം, ഭാഷ അത്യന്തം മനോഹരവും ലളിതവുമാണ്, നർമ്മവുമാണ്. അതിൽ വരുന്ന ഓരോ കഥാപാത്രങ്ങളും നമ്മൾ തന്നെയാണോ എന്ന് പല ഘട്ടങ്ങളിലും നമ്മൾ ചിന്തിച്ചു പോകും. ഇനി ഓരോ കഥയിലും വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും നമുക്ക് തോന്നാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ കാലഘട്ടത്തിൽ നമ്മളാണോ, നമ്മൾ അനുഭവിക്കുന്ന സാഹചര്യത്തിലെ കഥാപാത്രങ്ങളാണോ ഇപ്പോൾ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് തോന്നാം. അതുമല്ലെങ്കിൽ നമ്മൾ കടന്നുപോയ ചില കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുമുട്ടിയ ചില കഥാപാത്രങ്ങളാണോ, ഇല്ല നമ്മുടെ ചെറുപ്പകാലം തന്നെയാണോ ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് തോന്നാം. അതുമല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ചില കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന കഥാപാത്രത്തിൻ്റെ സ്വഭാവശുദ്ധിയാണോ, അത് വേണമോ വേണ്ടയോ എന്ന് നമ്മൾ തീരുമാനിക്കാൻ വേണ്ടി കഥാകൃത്ത് നമ്മളെ പറഞ്ഞു തരികയാണോ എന്നുള്ള ഒരു മുൻ അറിവ് അതും ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. മൊത്തത്തിൽ ഒരു മാജിക് പോലെയാണ് ഈ പുസ്തകം വായിച്ചു തീർന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവതാരിക ഡോക്ടർ V.T. ലക്ഷ്മി വിജയൻ ഈ പുസ്തകത്തെക്കുറിച്ച് ഒന്ന് പറയുന്നുണ്ട്. അധികാരങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ പുരുഷൻ പലപ്പോഴും അതിർവരമ്പുകൾ മുറിച്ച് കടക്കുന്നത് ഒരു ഭാര്യയ്ക്ക് സഹിക്കാം, പക്ഷേ ഒരമ്മയ്ക്ക് കഴിഞ്ഞെന്ന് വരില്ല. ഒത്തിരി അർത്ഥമുള്ള വരികളാണിത്. ഈ പുസ്തകത്തിലൂടെ കഥാകൃത്ത് വെളിപ്പെടുത്തുന്നതും അതുതന്നെയാണ്. പിന്നെ തെളിനീർ ബുക്സ് പബ്ലിക്കേഷൻസ് അവർ ഏറ്റെടുത്ത ഈ ദൗത്യം ഒത്തിരി പ്രശംസ അർഹിക്കുന്നു. പിന്നെ ഈ പുസ്തകത്തിലൂടെ ഇത്രയും കഥകൾ വളരെ ചുരുക്കി പറഞ്ഞ് മനസ്സിലാക്കി തന്ന അഡ്വക്കേറ്റ് C.S. മുരളിക്ക് നന്ദിയും ഇനിയും അനേകം കഥകൾക്ക് അദ്ദേഹം ജന്മം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാർത്തകൾ ചുരുക്കുന്നു.